പറഞ്ഞു? മമ്മൂക്കിയെ ഇഷ്ടമാണ്, ലാലേട്ടനെ ഇഷ്ടമാണ്, എന്നാലും കൂടുതൽ ഇഷ്ടം ലാലേട്ടനെയാണെന്ന് സരിത പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിച്ചു, ഇഷ്ടപ്പെട്ട നടിയാരാ? പറഞ്ഞു മഞ്ജു ചേച്ചിയെ ഇഷ്ടമാണ്, കാവ്യനെ ഇഷ്ടമാണ്, എന്നാലും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയാണ്, സരിതയെ തന്നെയാണെന്ന് സരിത പറഞ്ഞു. ഞാൻ അടുത്ത ചോദ്യം, ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവാരാ? ഒരു സംശയമില്ല, ഉടനെ പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ എന്ത് വന്നാലും സാറ് തളരത്തില്ല, അതുകൊണ്ടാണ് സാറിന് ഇത്ര ഇഷ്ടം. കേരളത്തിൽ ഉമ്മൻചാണ്ടിക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സരിതാ നായരുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. സരിതയ്ക്കും ഷാലുവിനും വേണ്ടിയുള്ള ഭരണം കേരളത്തിൽ നടത്തുന്ന ഉമ്മൻചാണ്ടി. ഞാൻ അടുത്ത ആളുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഫേഷ്യൽ ചെയ്തിട്ടേ പുറത്തിറങ്ങും, രമേശ് ചെന്നിത്തല. ചെന്നിത്തലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? പ്രേമത്തിന്റെ CD എങ്ങനെ പുറത്തുപോയി എന്നുള്ളതാണ്. പ്രേമം ആര് അപ്ലോഡ് ചെയ്തു എന്നോർത്ത് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഉറക്കമില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അൽഫോൺസ് പുത്രനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളാണ് അങ്ങനെ ചോദിച്ചാൽ വട്ടാണോ എന്ന് ചോദിച്ചിട്ട് അൽഫോൺസ് പുത്രൻ നടന്നുപോയി. റോമിയിൽ 3 പെൺകുട്ടികൾ കേരളത്തിന്റെ പോലീസിന് മുമ്പിലൂടെ നടന്നു നീങ്ങിയിട്ട് അവരെ കൃത്യമായി പിടിക്കുവാനോ അവർക്കാവശ്യമായ സുരക്ഷിതത്വം ഏർപ്പെടുത്താനോ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പോലീസിന് സാധിച്ചിട്ടില്ല. എവിടാ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം? കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിനകത്ത് ഒരു സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടി സൂക്ഷിച്ചു വച്ചിരിക്കുക, തൂത്ത് വൃത്തിയാക്കാൻ വരുന്ന രാധ എന്ന് പറയുന്ന സ്ത്രീയെ. കിളിരൂര്, കൊട്ടിയം, കേരളത്തിലെ എല്ലാ നഗരങ്ങളും ഇന്നറിയപ്പെടുന്നത് സ്ത്രീ പീഡനങ്ങളുടെ പേരിലാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്ത്രീ പീഡകരായി, സ്ത്രീ പീഡനത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി മാറുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോകുന്നു. ആ രൂപത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത ഭരണമായി ഉമ്മൻചാണ്ടിയുടെ രമേശ് ചെന്നിത്തലയുടെ ഭരണം മാറിയിരിക്കുകയാണ്. ഓരോ വകുപ്പും ഇങ്ങനെ. ആര്യാടൻ പറഞ്ഞ് അരമണിക്കൂറെ കറണ്ട് കട്ട് ചെയ്യൂ. ഇപ്പൊ പറയുമ്പോ കേട്ടേന്റെ തെറ്റ അരമണിക്കൂറെ കറണ്ട് കിട്ടൂ എന്നാണ് പറഞ്ഞതെന്നാണ്. ഇതൊക്കെ പറയുമ്പോ ചിലര് പറയും കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഒരുപോലാണ്. അവരോട് രണ്ട് ചോദ്യം ഞങ്ങൾ ചോദിക്കുക. ഒന്ന്, VS അച്യുതാനന്ദൻ കേരളം ഭരിച്ചപ്പോൾ, സഖാവ് AK ബാലൻ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 5 വർഷത്തിനിടയിൽ 5 മിനിറ്റെങ്കിലും പവർ കട്ടുണ്ടായോ? ഇല്ല. VS അച്യുതാനന്ദൻ കേരളം ഭരിച്ചപ്പോൾ, സഖാവ് AK ബാലൻ കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 5 വർഷത്തിനിടയിൽ 5 രൂപയെങ്കിലും കറണ്ട് ചാർജ് കൂട്ടിയോ? ഉത്തരവില്ല. അതാണ് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും കേരളം ഭരിക്കുമ്പോഴുള്ള വ്യത്യാസം.